ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് വന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ സച്ചി. നീ പറ, അവൻ്റെ രേവതി നീ നന്നായിട്ട് നോക്കുന്നില്ലേടാ. അവൻ പറഞ്ഞു, ഞാൻ അവൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ്റെ ചേച്ചിയുടെ ജീവിതം കഷ്ടത്തിലായി എന്ന് പറഞ്ഞു. അപ്പോൾ എടാ അതൊക്കെ വിടടാ സച്ചി, അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ, അത് നിനക്കെന്താണെന്ന് കൂട്ടുകാരൻ ചോദിക്കുക സച്ചിയോട്. നീയും രേവതിയും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേടാന്ന് ചോദിച്ചു. സച്ചിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അനിയനായിട്ടല്ലടാ ഞാനവനെ കണ്ടത്, എൻ്റെ സ്വന്തം അനിയനായിട്ടാടാ ഞാനവനെ കണ്ടത്. അവനാ അവൻ മുൻപ് എൻ്റെ ബൈക്ക് മോഷ്ടിച്ചത്, അതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ ഒരു ഏട്ടനെ പോലെയാണ് കരുതുന്നതെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. അവൻ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായെന്നും ഞാൻ വെറും കുടിയനാണെന്ന് അങ്ങനെ അവൻ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ കുടിച്ചിട്ടുണ്ട്, ശരിയാ, നീയും കുടിക്കാറില്ലേ എന്ന് ചോദിച്ചു. മഹേഷ് ഇതൊക്കെ കേട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എടാ, കുടുംബം നോക്കാതെ എന്നും കുടിച്ച് നടക്കുന്നവരാണോടാ നമ്മൾ? അവൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, ഇവിടുന്ന് പോ എന്ന് പറഞ്ഞെന്ന് സച്ചി മഹേഷിനോട് പറയാം. അപ്പോൾ അനിയനെ പോലെ കണ്ടവൻ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞടാ, എനിക്കത് സഹിക്കാൻ പറ്റുമോടാന്ന് ചോദിക്കുന്നു. നമ്മൾ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ലല്ലേടാ, ആരെയും കൂടുതൽ വിശ്വസിക്കാൻ പാടില്ലല്ലേടാ, കൂടുതൽ ആത്മാർത്ഥതയും നമ്മൾ ആരോടും കാണിക്കരുത്. നമ്മൾ നമ്മളുടെ ജോലി, നമ്മളുടെ വീട് എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കണം അല്ലേടാ, അങ്ങനെ ചെയ്യേണ്ടതല്ലേ? നമ്മുടെ ജോലി അല്ലേ, നമ്മുടെ വീട് എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് കൂട്ടുകാരനോട് പറയാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്, പോയാൽ ഇങ്ങനെ ഇരിക്കും, നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കണം, സ്വാർത്ഥനാകണമെന്നൊക്കെ പറഞ്ഞ് ആരാവണം, സ്വാർത്ഥനാവണം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി കുടിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയാം. എടാ സച്ചി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് സ്വാർത്ഥനാകാനും പറ്റുന്നില്ലടാ എന്നൊക്കെ സച്ചി ഇങ്ങനെ കൂട്ടുകാരനോട് വന്നിട്ട് ഇരുന്ന് പറയാം. എൻ്റെ അച്ഛനും അച്ഛമ്മയും പഠിപ്പിച്ചതുപോലെയാടാ എനിക്ക് ജീവിക്കാൻ പറ്റും, അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വിഷമിച്ച് ആ ആൽത്തറയിൽ അങ്ങനെ അങ്ങ് കിടന്നു. എടാ സച്ചി എന്നും പറഞ്ഞ് മഹേഷ് വിളിച്ചെങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ പെറുപെറുത്തോണ്ട് ഇങ്ങനെ അവിടെ കിടക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരത്തിനെ ദേവുവിനെ അമ്മയെ കാണിക്കുന്നത്. അപ്പോൾ ശരത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവു മരുന്നെടുത്ത് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കൊടുത്ത് ശരത്ത് മരുന്ന് കഴിച്ചു. ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ശരത്തിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടെന്നും പിന്നെ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ദേവുവേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നും എല്ലാവർക്കും ഇവിടേക്ക് വാങ്ങിക്കണ്ടല്ലോ എന്നും ശരത്ത് പറയുവാണേ. അല്ല, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ മോനേ ഉള്ളൂ, അപ്പോൾ അതൊന്നും സാരമില്ലെന്നേ, ചേച്ചി വിളിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, നിങ്ങൾ ചെല്ല് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ എന്നേ വാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നൈസായിട്ട് ഇവനോട് ഒഴിവാക്കുക. എന്നിട്ട് പാവങ്ങൾ കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങ് പോയ പോക്കിനുണ്ടല്ലോ, ഫോൺ എടുത്ത് ആൻ്റണിയെ വിളിക്കുക. ആൻ്റണി അവിടെ ഇരുന്ന് കാശ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ശരത്തിൻ്റെ കോള് ചെന്നു. ഹലോ പറ ശരത്തെ, കൈക്കിപ്പോൾ എങ്ങനെയുണ്ടടാ എന്ന് ചോദിച്ചു. അപ്പോൾ കൈക്ക് നല്ല വേദനയുണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത്? നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് ആൻ്റണി ശരത്തിനോട് ചോദിക്കാം. എടാ, ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ നിന്നെ. നീ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളേ? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് ആൻ്റണി പറയുമ്പം, അയ്യോ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, അമ്മയും ചേച്ചിയും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളെ കണ്ട എന്തെങ്കിലും പറയുമെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ, കാശിൻ്റെ അത്യാവശ്യം വല്ലതും ഉണ്ടോടാ നിനക്ക്? വേണമെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടാം. കാശൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ശരത്ത് പറയുകയും ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ആൻ്റണി ചേട്ടനെ വിളിച്ചത്. അപ്പോൾ എന്താടാ? സച്ചേട്ടൻ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്ന കാര്യം ശരത്ത് പറയുക. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മോഷ്ടിച്ചത് നമ്മളാണെന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റണി തലയിൽ കൈയൊക്കെ വയ്ക്കുക. കൈക്ക് നല്ല വേദനയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാശ് മോഷ്ടിച്ചത് കൊണ്ട് എൻ്റെ കൈ പിടിച്ചൊടിച്ചതെന്ന് പറയുമ്പം, CCTV ദൃശ്യം വെച്ച് അവൻ നിന്നെ വരട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ ഇക്കാര്യം ചേച്ചിയോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അവൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇനി അവൻ പറയാനും സാധ്യതയില്ല എന്ന് ആൻ്റണി പറഞ്ഞു കൊടുക്കുക. നീ പേടിക്കണ്ട, നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാവുന്നു ആൻ്റണി ശരത്തിനോട് പറയണു. സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ പറയ, ഞാൻ നമ്മുടെ ആളുകളെ വിട്ട് അവനെ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ വേണ്ട രീതിയിലൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് ഈ ശരത്ത് പറയുക. എൻ്റെ വഴിക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശരി, ഓക്കെ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ആൻ്റണി ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും ശരത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ രേവതി വന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് വന്ന് ചോദിച്ചു.
അപ്പോൾ ആ വേദനയുണ്ട് ചേച്ചി എന്നും പറഞ്ഞിരിക്കുക ശരത്ത്. ആ സമയം അമ്മയും ദേവും എവിടെ പോയതാണെന്ന് ചോദിച്ചു. അവർ ക്യാൻറ്റീനിൽ പോയതാ. ഡോക്ടർ എങ്ങനെ വന്നായിരുന്നോടാ? ഇതുവരെ വന്നില്ല. അപ്പോൾ എന്നാൽ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ രേവതി ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. ഹലോ സാർ, ഞാൻ രേവതി ശരത്തിൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു. വരൂ ഇരിക്കുന്നു പറഞ്ഞു. ഡോക്ടർ രേവതിയെ വിളിച്ച് ഇരുത്തി. അപ്പോൾ നിങ്ങളുടെ അനിയൻ്റെ കൈക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്നുള്ള ഇതിൽ നമ്മുടെ ഡോക്ടർ പറയാം. ഓപ്പറേഷനോ എന്ന് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഓപ്പറേഷൻ ആണെന്ന് ഡോക്ടർ രേവതിയോട് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്ക് പേടിയായി. ഓപ്പറേഷൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ ശരിയാകുമോ ഡോക്ടർ എന്നൊക്കെ രേവതി ചോദിക്കുമ്പം ശരിയാകും, പക്ഷെ സമയമെടുക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഒരു 3 മാസത്തെ വിശ്രമം അതെന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. പൂർണ്ണമായും ശരിയാവാൻ ഒരു 6 മാസമെങ്കിലും വേണ്ടി വരുമെന്നും പറഞ്ഞു. എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞു രേവതി നെഞ്ചിൽ കൈവച്ച് ദൈവത്തെ വിളിക്കുക. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. അതിനു മുൻപ് ഒരു 30,000 രൂപ ഇവിടെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 30,000 രൂപയോ ഇന്ന് രേവതി? ക്യാഷ് അടച്ചാൽ അപ്പോൾ തന്നെ ഓപ്പറേഷൻ നടത്താമെന്നും ഡോക്ടർ പറയൂ കേട്ടോ. അപ്പോൾ 30,000 രൂപ ഡോക്ടറെ ഞാൻ ഇപ്പം ഞങ്ങളുടെ കയ്യിലെടുക്കാനില്ല. ഒരു 10,000 രൂപ ഞാനിപ്പോൾ അടയ്ക്കാം, ബാക്കി പിന്നീട് അടച്ചാൽ മതിയോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു പൂക്കട നടത്തുന്നുണ്ട്, എൻ്റെ ഭർത്താവ് കാർ ഡ്രൈവറാണെന്നും പിന്നെ ഞാൻ എന്തായാലും ബാക്കി കാശ് അടയ്ക്കുമെന്നും രേവതി പറയുവാണ്. ഇവിടുന്ന് അവനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടച്ചോളാം, എന്നെ ഒന്ന് വിശ്വസിക്കും ഡോക്ടറെ എന്നൊക്കെ പറയുമ്പോൾ ശരി കുഴപ്പമൊന്നുമില്ല, കയ്യിലുള്ള കാശ് ഇപ്പം അടച്ചോളാം ഡോക്ടർ പറഞ്ഞു, ബാക്കി പിന്നീട് അടച്ചാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ നടത്താമെന്നും പറഞ്ഞു. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ രേവതി അതും പറഞ്ഞ് പോകാൻ നോക്കിയപ്പം അതെ ഒരു മിനിറ്റ്, നിങ്ങളുടെ ബ്രദർ കോളേജ് പഠിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. കൈ ശരിയായില്ലെങ്കിൽ അവൻ എക്സാം എഴുതാനൊന്നും പറ്റത്തില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ രേവതി പറയുമ്പം അവൻ നന്നായി പഠിക്കുമോ അതോ വീട്ടിലും നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യനാണോ എന്ന് ചോദിക്കുമ്പം അവൻ നന്നായിട്ട് പഠിക്കും, ഇപ്പോൾ അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ രേവതി ഡോക്ടറോട് പറഞ്ഞു. എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ബൈക്കിൽ നിന്ന് വീണിട്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് അവൻ പറഞ്ഞത് കള്ളമാണെന്നും കൈമുട്ടിന് മുകളിലും ഷോൾഡർ ജോയിൻറ്റിനൊക്കെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്, ബൈക്കിൽ നിന്ന് വീണതിൻ്റെ ഒരു സൂചന പോലും ഉണ്ടായിട്ടുമില്ല, അവൻ്റെ ശരീരത്തിൽ വേറെ ഒരിടത്തും പരിക്കും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്ക് ആകെ കൺഫ്യൂഷൻ, പേടി. പിന്നെ ഇങ്ങനെ ഇത് പറ്റിയതെന്ന് ചോദിക്കുമ്പം ആരുമായോ അവൻ അടിപിടി കൂടിയിട്ടുണ്ടെന്നും ആരോ അവൻ്റെ കൈ പിടിച്ച് ഒടിച്ചതാണെന്നും ഡോക്ടർ പറയാം. അങ്ങനെയാണ് ഈ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നതെന്നും. അപ്പോൾ രേവതി ഞെട്ടി. വേറെ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അത് അവനോട് പിന്നീട് ചോദിച്ചറിയണമെന്നും ഡോക്ടർ പറയുക, വളരെയേറെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ രേവതിയെ പറഞ്ഞു വിട്ടു. രേവതി ആണെങ്കിൽ പോയി ഫോൺ എടുത്തു, സച്ചിയെ വിളിക്കുക. അപ്പോൾ സച്ചി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കിടക്കുവാണല്ലോ. അപ്പോൾ ഫോൺ സച്ചി എടുക്കുന്നില്ല. വീണ്ടും രേവതി വിളിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചി ആണെന്നുണ്ടെങ്കിലോ ഫോൺ ഇങ്ങനെ വെച്ചു, എന്നിട്ട് എടുക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഫോൺ എടുത്തു. കോൾ അറ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പോൾ മഹേഷ് വന്നിട്ട് ചോദിച്ചു ആരാടാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു രേവതിയാണ് വിളിച്ചതെന്ന്. രേവതി വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്ത? അത് ഫോൺ എടുത്തിട്ട് ഞാൻ അവളോട് എന്താടാ പറയേണ്ടത്, എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇരിക്കുവാണ്. സച്ചിക്ക് ആകെ നിരാശയും ദുഃഖവും. ഈ സമയം പിന്നെ നമ്മുടെ ശരത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തി. അപ്പോൾ വേദനയുണ്ടോ ശരത്തിൽ നിൽക്കുന്ന ദേവ് ചോദിക്കുമ്പം ഓപ്പറേഷൻ സമയത്ത് മെഡിസിൻ തന്നിരുന്നല്ലോ, ഇപ്പോൾ വേദനയൊന്നും തോന്നുന്നില്ല എന്ന് ശരത്ത് പറയുമ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുക. രേവതിയോടാണല്ലോ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ സമയത്ത് അമ്മ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ നീ എന്താ വല്ലാതിരിക്കുന്നേ, എന്ത് പറ്റി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും രേവതി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ശരത്തെ നിനക്കിത് എങ്ങനെയാണ് പറ്റിയതെന്ന് രേവതി ശരത്തിനോട് ചോദിച്ചു. ആ സമയം ഞാൻ പറഞ്ഞതാണല്ലേ ചേച്ചി ബൈക്കിൽ നിന്ന് വീണതാണെന്ന്. അപ്പോൾ എവിടുന്നാ നീ വീണത്? അത് പിന്നെ ഞാൻ ജംഗ്ഷൻ എടുത്ത് വെച്ചാ വീണതെന്ന് പറഞ്ഞു. നീ ആരുടെ ബൈക്കാണ് ഓടിച്ചിരുന്നേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക. ശരത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ് ചേച്ചി. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നു. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിന് എന്താടാ പേരില്ലേ എന്ന് രേവതി ചോദിച്ചു കേട്ടോ. അപ്പോൾ ശരത്ത് ഇങ്ങനെ വല്ലാണ്ടായി. എൻ്റെ കൂടെ പഠിക്കുന്ന വിമലിൻ്റെ ബൈക്കാണ് ഞാൻ ഓടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, വിമലിനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് നീ അവൻ്റെ നമ്പർ പറയാൻ പറഞ്ഞു. അങ്ങനെ രേവതി വിമലിൻ്റെ നമ്പർ ചോദിക്കാം. അപ്പോൾ ശരത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിന്നോടാ പറഞ്ഞത് അവൻ്റെ നമ്പർ തരാനായിട്ട്. അപ്പോഴത്തേക്കും ശരത്തിന് മനസ്സിലായി പണി പാളി എന്നുള്ളത്. ശരത്ത് നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഫോൺ ചെയ്തിട്ട് അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുക. നീ നമ്പർ പറയാൻ പറഞ്ഞു. അപ്പം മൊത്തത്തിൽ കള്ളത്തരമാണല്ലോ. അപ്പോൾ എന്തിനാ രേവതി നീ അവനോട് വരാൻ പറയുന്നതെന്ന്
ലക്ഷ്മി ചോദിച്ചപ്പോൾ അമ്മ മിണ്ടാതിരുന്നേ. അപ്പം ചേച്ചി അത് പിന്നെ എന്തിനു ചേച്ചി അവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ നീ എന്താ കിടന്ന് പരുങ്ങണേന്ന് ചോദിച്ചു രേവതി അനിയനോടെ. അപ്പോൾ രേവതി നീ എന്താ ഇവനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മിയമ്മ. അപ്പം ഇവൻ കൊള്ളം പറഞ്ഞതാ അമ്മേ എന്ന് രേവതി അന്നേരത്തേക്കും അമ്മയോടും ദേവുവിനോടും പറഞ്ഞു. ഇവൻ ആരുമായിട്ട് അടിപിടി കൂടിയതാണെന്നും ആരോ കൈ പിടിച്ച് ഓടിച്ചതാണെന്നുള്ള കാര്യങ്ങളും രേവതി ഇങ്ങനെ പറയുമ്പം കൈ പിടിച്ച് ഓടിച്ചെന്നോ അടിപിടി കൂടിയെന്നോ പെട്ടെന്ന് മോനെ ആരാ നിന്നെ അടിച്ചത് എന്തിനാ നിന്നെ അടിച്ചതെന്നൊക്കെ ചോദിച്ചു. അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് ശരത്ത് പറയുമ്പം നീ കള്ളം പറയണ്ട ശരത്തെ, നീ നുണ പറയരുത്, ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു നീ ബൈക്കിൽ നിന്ന് വീണതല്ല നിന്റെ കൈ പിടിച്ച് ആരോ ഓടിച്ചതാണെന്ന്, എന്നോട് വെറുതെ നീ കള്ളം പറയാൻ നിൽക്കരുത് ശരത്തെ എന്ന് രേവതി ദേഷ്യത്തോടെ പറയുമ്പം സത്യമാണോടാന്ന് ദേവുവും ചോദിച്ചു. അത് പിന്നെ അപ്പോൾ വാ തുറന്നൊന്ന് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ ബൈക്കിൽ നിന്ന് വീണതല്ല എന്ന കാര്യം ശരത്ത് പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ ഇത് അടുത്തത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള നിൽക്കുക. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഓടിച്ചതാണെന്നും പറഞ്ഞു. അപ്പോഴേക്ക് ഇവരുടെ 3 പേരുടെയും ചങ്കിൽ ഇങ്ങനെ ആളി കത്തുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആരാ ഇത് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നു അമ്മ. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നത് ആൻ്റണിയുടെ ഓഫീസിലാണെന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലായി നിന്റെ കൈ എങ്ങനെയാ ഒടിഞ്ഞതെന്ന്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അവനുമായിട്ട് കൂടരുതെന്ന് എത്ര തവണ പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ലേ നിന്നോടും ചോദിച്ചോണ്ട് രേവതി കുറേ ഇട്ട് അടിക്കുമോ ശരത്തിനെ. അപ്പോൾ നീ എന്താ ഈ കാണിക്കുന്നേ, അവൻ അടി വാങ്ങി വന്നിരിക്കുകയാണെന്നും നീ വീണ്ടും അവനെ അടിക്കുകയാണോ എന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. അവൻ കാരണം ഇവൻ ഇങ്ങനെ കിടക്കുന്നതെന്ന് രേവതി അന്നേരം ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പം മോനെ നീ എന്തിനകത്ത് എമ്മാടിയുടെ കൂടെ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ആൻ്റണിയേട്ടൻ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല, ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്നും പിന്നെ നേർവഴിക്കാ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ശരത്ത് ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് ഇവർ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാനവിടെ ഡേറ്റ എൻട്രി ജോലിയാണ് ചെയ്യുന്നതെന്നും അതിൽ നിന്നാണ് എനിക്ക് ശമ്പളം കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണക്കൊക്കെ ഞാനാണ് കൃത്യം നോക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ പലിശ പിരിക്കാനും പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിനക്ക് എന്തിനാണ് ഈ ജോലി എന്ന് ദേവു ചോദിച്ചു. അപ്പോൾ ആരാ നിന്റെ കൈ പിടിച്ചോടിച്ചത് അത് നീ പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൻ്റണിയേട്ടനിൽ നിന്നും കുറേ പേര് പലിശയ്ക്ക് കാശ് കടം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ സച്ചേട്ടൻ്റെ ഫ്രണ്ട് മഹേഷും പലിശയ്ക്ക് കടം വാങ്ങിച്ചിരുന്നുവെന്നും. അപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത് അറിയാത്തത് കൊണ്ട്. കുറേ നാളായിട്ട് അദ്ദേഹം പലിശ അടയ്ക്കാറില്ല, അത് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നുവെന്നും അവിടെ വെച്ച് 1-2 പറഞ്ഞ് കയ്യേറ്റമായെന്നും അപ്പോൾ ഞാനതിൽ ഇടപെട്ടു എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി എടാന്ന് പറയുന്നു. അപ്പോൾ മഹേഷാണോ നിന്റെ കൈ ഓടിച്ചത് എന്നിങ്ങനെ നേരം നമ്മുടെ അമ്മ ചോദിക്കുമ്പം അല്ല പിന്നെ ആരാ, അത് അവരെ അവിടേക്കപ്പോൾ സച്ചിയേട്ടൻ വന്നു, പിന്നെ സച്ചിയേട്ടനാണ് എൻ്റെ കൈ പിടിച്ചോടിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും ദേവുവും അമ്മയും നടുങ്ങി നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ നിൽക്കുക. എന്നാ നീ പറഞ്ഞേ സച്ചിയാണോ നിന്റെ കൈ പിടിച്ചോടിച്ചതെന്നോ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ശരത്തെ നീ ചുമ്മാ കള്ളം പറയരുതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ സച്ചിയേട്ടനെ എൻ്റെ കൈ ഒടിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ 3 പേരും തകർന്നു പോയിട്ടോ. അപ്പോഴത്തേക്ക് രേവതി പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ കൈ വേദനിക്കുന്നു കരഞ്ഞു പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല എന്നും അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരത്ത് പറയാം. നല്ല സ്മെല്ലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് സച്ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. എന്ത് ദ്രോഹം സച്ചേട്ടൻ ചെയ്തേ എന്നൊക്കെ ദേവു ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വേറെ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ അവൻ്റെ വീട് കയറിപ്പോയി ഞാൻ തല്ലിയാനേന്നൊക്കെ ലക്ഷ്മി അന്നേരം പറയുക. ചേച്ചി സച്ചേട്ടൻ മാറിയെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാ, സച്ചേട്ടൻ മാറാനൊന്നും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ ദേവു. മനുഷ്യനാണോ അദ്ദേഹം എന്നൊക്കെ ചോദിച്ച് ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ദേവു ഇങ്ങനെ രേവതിയോട് ചോദിക്കുവാണ്. ശരത്തിന് എന്തായാലും സന്തോഷമായി. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെ അവനെ കണ്ടത്, എന്നിട്ട് അവൻ ഇങ്ങനൊരു ചതി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇവർ കുറ്റപ്പെടുത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ പാവ പോലെ ആയിപ്പോയി കേട്ടോ. മരവിച്ച മനസ്സുമായിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക. അമ്മ ചെന്ന് മോൻ്റെ തലയിൽ തലോടുന്നു, കൈ ചേർത്ത് പിടിക്കുന്നു. രേവതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റണില്ല. ആ സമയത്ത് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് ഭയങ്കര കരച്ചിൽ.
രേവതിയാണെങ്കിലും ആകാശവും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിന്ന് കരഞ്ഞ് തകർന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ.